നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിക്ഷേപകരെ സംബന്ധിച്ച് ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായേക്കാം. രണ്ട് റീസൺ. ഒന്ന്, US ചൈന ട്രേഡ് താരിഫ് ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പ്രകാരം അവർ തമ്മിൽ രമ്യതയിലെത്തി എന്നുള്ള ന്യൂസ്. US ഫ്യൂച്ചർ 400+ പോസിറ്റീവാണ് US ഫ്യൂച്ചർ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്ത്യ പാക് സീസ് ഫയർ പ്രഖ്യാപിച്ചു. സൈനിക തലത്തിലുള്ള ചർച്ചകൾ ഇന്ന് 12 മണിക്ക് നടക്കുന്നുണ്ട്. അതുപ്രകാരം നിഫ്റ്റി ഏകദേശം ഒരു 500 പോയിൻറ്റ് പ്ലസ്സിലാണ് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്തത്. ഈ രണ്ട് റീസൺ കാരണം, ഈ ഒരു യുദ്ധം കാരണം എത്ര പോയിൻ്റാണോ കുറഞ്ഞത് നിഫ്റ്റിയിൽ നിന്ന്, ആ പോയിൻറ്റുകൾ ഇന്ന് തന്നെ ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. നിക്ഷേപകരെ സംബന്ധിച്ച് ഈ യുദ്ധം കാരണം ഉണ്ടാക്കിയ ആ ഒരു അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായ കുറവ് ഇന്ന് തന്നെ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ ഹാപ്പിയാണ്. എന്നാൽ ഈ സ്പെക്കുലേറ്റീവ്സിനെ സംബന്ധിച്ച്, ഓപ്ഷനൊക്കെ റൈറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച്, നിഫ്റ്റിനെ ഷോർട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇത് ഇന്ന് അത്ര നല്ല ദിവസമല്ല. കാരണം കോൾ സൈഡിൽ പ്രീമിയം കുറവായിരുന്നു. അപ്പോൾ കുറവായ പ്രീമിയം ഷോർട്ട് ചെയ്തു. വിക്സ് ആദ്യ സമയങ്ങളിൽ കൊളാപ്സ് ചെയ്തില്ല എങ്കിൽ പ്രീമിയം മാത്രം സ്പൈക്ക് ചെയ്യും. അപ്പോൾ വലിയ തോതിൽ നഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ രണ്ട് മിക്സഡ് ആയിട്ടുള്ളൊരു ഒരു വ്യൂ ആയിരിക്കാം മേ ബി നമ്മളുടെ ചാനൽ കാണുന്ന ആളുകൾക്കും ഉണ്ടാകുക. എനിവേ, നിങ്ങളുടെ എന്തായിരുന്നു നിങ്ങളുടെ ഓവർനൈറ്റ് പൊസിഷൻ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. FIS ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 3799 കോടി രൂപയുടെ സെല്ല് നടത്തിയിരുന്നു. DIs ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ ആക്ഷനും ഇന്ന് കീനായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. യെസ് ബാങ്ക്, സുമാറ്റോ, ഈ ബാങ്കിങ് കോർപ്പറേഷൻ യെസ് ബാങ്കിൻ്റെ 20% സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്ന ന്യൂസുകൾക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. യെസ് ബാങ്ക് അതിന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ന്യൂസ് സ്ഥിരീകരിച്ചു. ഡോക്ടർ റെഡ്ഡി നെറ്റ് പ്രോഫിറ്റ് 21% ഇൻക്രീസായി രീതിയിൽ ഒരു നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. ബാങ്ക് ഓഫ് ഇന്ത്യയും നെറ്റ് പ്രോഫിറ്റ് 82% ഇൻക്രീസ് ആയിട്ടുണ്ട് ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ. ഇൻഫോ സിസ്റ്റം കമ്പനി, ഇവരും നെറ്റ് പ്രോഫിറ്റ് 28% വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ABB ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 4% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. നൊവാർട്ടിസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 99% വർദ്ധിച്ചു. റൈമണ്ട് കമ്പനി ഇവരുടെ CFO റിസൈൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇവരുടെ ഇൻഡസ്ട്രീസ് കമ്പനി 8 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. നവീൻ ഫ്ലോറിൻ കമ്പനി 70 കോടി രൂപയിൽ നിന്ന് 94 CR നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ബിർള കോർപ്പ് 190 കോടി രൂപയിൽ നിന്ന് 260 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. തെർമാക്സ് കമ്പനി 190 നിന്ന് 205 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ഈ ഒരാഴ്ച ചില്ലറാഴ്ചയല്ല, ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകൾ വരാനുണ്ട്. അതെല്ലാം നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ഗ്ലോബൽ ഈവൻ്റ് അനുസരിച്ച് നിങ്ങളുടെ പൊസിഷനെല്ലാം തന്നെ നിങ്ങൾ മാനേജ് ചെയ്യാം. ഡിവിഡൻഡ് ഡീറ്റെയിൽസും അവിടെ കൊടുക്കുന്നുണ്ട്, അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.